വിവാദങ്ങൾ കത്തുനിൽക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ ആകാശപാതയ്ക്ക് വേണ്ടി ഇന്ന് ഉപവാസമിരിക്കും. തിരുവഞ്ചൂരിനെതിരെ പ്രതിഷേധവുമായി CPM ഇന്ന് മാർച്ചും നടത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുക്കാനാണ് സാധ്യത. അങ്ങനെ ആകാശപാത കോട്ടയത്ത് തിരുവഞ്ചൂരിന്റെ സ്വപ്ന പദ്ധതിയായ ആകാശപാതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ഇന്ന് മുതൽ ഇത് കൂടുതൽ ഈ പറഞ്ഞതുപോലെയുള്ള തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള സാഹചര്യമുണ്ട്. ആ വാർത്തയിലേക്ക്. എന്തായാലും ആകാശപാത ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയിട്ട് ദിവസങ്ങളായി. ഇന്നെന്തായാലും ഒരേ ദിവസം തന്നെ CPM-ഉം കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ആദ്യം കോൺഗ്രസ് ആണ് സമരം പ്രഖ്യാപിച്ചത്. MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പാത നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉപവാസ സമരം നടത്തുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളാണ് ഈ ഉപവാസം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ ആകാശപാത അത് വേണ്ട എന്ന് ഫലത്തിൽ പറഞ്ഞുകൊണ്ട് CPM-ന്റെ മാർച്ച് ഇവിടേക്ക് നടത്തുന്നത്. ഇന്നലെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായി യൂത്ത് ഫ്രണ്ടും ഇവിടേക്ക് പടവലം നട്ടുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. കുറെ കാലങ്ങളായി കാണുന്ന പ്രതിഷേധങ്ങൾ തന്നെയാണിത്. ഇപ്പോൾ ഈ നിയമസഭയിലെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട ആകാശപാത വീണ്ടും ചൂടുള്ള ചർച്ചാ വിഷയമായി മാറി എന്ന് മാത്രം. കോട്ടയത്തെ ഒരു അവഗണന, കോട്ടയത്തോടുള്ള വികസന അവഗണന സർക്കാരിനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ഈ സർക്കാർ വരുന്നതിന് തൊട്ടു മുമ്പും തിരുവഞ്ചൂരിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ ഉണ്ടായിരുന്നതാണ്. എന്തായാലും ഈ ആകാശപാതയും കോട്ടയത്തെ വികസനവും ഒക്കെ ഒരു സംസ്ഥാന ചർച്ചാ വിഷയം കൂടിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സർക്കാർ ഇതിൽ എന്ത് തുടർ നടപടി എടുക്കുമെന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരിധിയിലാണ് ഈ ഒരു വിഷയം ഉള്ളത്. ഹൈക്കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ, തുടർന്ന് കോടതിയുടെ തീരുമാനങ്ങൾ, ഇതെല്ലാം ആകാശപാതയുടെ ഭാവി നിർണ്ണയിക്കുന്നതായിരിക്കും.